ദേവയാനിയാണെങ്കിൽ നയനയോട് പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൂടെ വരാൻ താല്പര്യമില്ലേ? അതെന്തു ചോദ്യം അമ്മേ? അമ്മ വിളിച്ചാൽ ഞാൻ കൂടെ വരില്ലേ? അല്ല, നിന്റെ ആഗ്രഹം പോലെ തന്നെ നിന്നെ വിളിക്കാനായിട്ട് ഞാൻ വന്നല്ലോ. ഇനി നീ കൂടെ വരാനായിട്ട് ഞാൻ നിന്റെ കാല് പിടിക്കേണ്ടി വരുമോ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നാ നീ വേഗം റെഡിയാവ്, ഇപ്പം തന്നെ നമുക്ക് ഇറങ്ങണം എന്ന് ദേവയാനി പറയുന്നു. പിന്നീട് ദേവയാനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനി നീ ആദർശിനോടോ ജയേട്ടനോടൊന്നും വിളിച്ച് പറയണ്ട നമ്മൾ അങ്ങോട്ട് വരുന്ന കാര്യം. അവരോടൊന്നും പറയാതെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവിടെ എത്തുമ്പോൾ കണ്ടാൽ മതി. ആ അമ്മേ, ഞാനിപ്പോൾ തന്നെ റെഡിയാവാം. അങ്ങനെ ദേവയാനി റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നയന തനിയെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അമ്മയുടെ മനസ്സ് മാറിയല്ലോ. അമ്മ എന്നെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തിലായിരിക്കും നയന നിൽക്കുന്നത്. പിന്നീടായിട്ട് എന്തു പറയാനായിരിക്കും ദേവയാനി വന്നെന്നറിയാതെ ആകെ കൂടെ ടെൻഷനിലായിരിക്കും ഗോവിന്ദനും കനകയും നന്ദുവും. ദേവയാനി അങ്ങനെ ഗോവിന്ദന്റെയും നന്ദുവിന്റെയും അടുത്തോട്ട് വരുന്നുണ്ട്. ഞാനിപ്പോൾ വന്ന കാര്യം എന്താണെന്ന് മോളിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ വന്നത് എന്താണെന്ന് നിങ്ങളടുത്ത് കൂടെ പറയണ്ടേ? അപ്പോഴേക്കും കനക ചായയുമായിട്ട് വരുന്നുണ്ട്. ചായ കുടിക്കാനൊന്നുമല്ല ഞാനിങ്ങോട്ട് വന്നത്, എന്നാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ കുടിച്ചേക്കാം എന്നും പറഞ്ഞ് ചായ എടുക്കുന്നുണ്ട്. നയനയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ മോൻ്റെ കാര്യം എല്ലാവർക്കും അറിയുന്നതല്ലേ. അവന് 1.5 വയസ്സിൽ തുടങ്ങിയതാ ശ്വാസം മുട്ടല്. അതുകൊണ്ട് അവനെ അത്രയും കെയർ ചെയ്തിട്ടാ ഞാൻ നോക്കിയിരുന്നത്. അവനിപ്പം നേരാവണ്ണം ഉറക്കം പോലും ഇല്ല. എപ്പോഴും ഓരോരോ ചിന്തകളാ. പിന്നെ രാത്രി സമയങ്ങളിൽ അവനെ തനിയെ കെടുത്താനൊക്കെ എനിക്ക് വലിയ പേടിയാ. കൂടെ ആരെങ്കിലൊക്കെ വേണ്ടേ? അതുകൊണ്ട് തന്നെ നയനയെ കൊണ്ടുപോവാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട്. അങ്ങനെ നയന ബാഗുമായിട്ട് വരുന്നുണ്ട്. ആ കഴിഞ്ഞോ? ഇത്ര വേഗം റെഡിയായോ? എടുക്കാനുള്ളതൊക്കെ എടുത്തില്ലേ? എനിക്ക് അത്രയൊന്നും എടുക്കാനില്ലമ്മേ, കുറച്ച് സാരികൾ അത്രയേ ഉള്ളൂ. വീട്ടിലാണെങ്കിൽ ആദർശിന് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇവളെ കാണാഞ്ഞിട്ട് വലിയ സങ്കടാ. അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാനായിട്ട് തന്നെ തോറ്റു കൊടുക്കുന്നല്ലേ നല്ലത്. പിന്നെ ഇവളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നല്ലോ. ഞാൻ ഇവളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നല്ലോ. ഇത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ ഇഷ്ടമില്ലാതെ മോളെ ഇവിടുന്ന് കൊണ്ടുപോകണോ? അങ്ങനെ കൊണ്ടുപോയാലും വീണ്ടും പ്രശ്നം ഉണ്ടാവില്ലേ? മോള് പോവാൻ തന്നെ തീരുമാനിച്ചോ എന്ന് നായനയോട് ഗോവിന്ദൻ ഒരു തവണ കൂടെ ചോദിക്കുന്നുണ്ട്. ആ അച്ഛ, അമ്മ വന്ന് വിളിച്ചതല്ലേ, ഞാനെന്തായാലും അമ്മയുടെ കൂടെ പോട്ടെ. ഇത് കേൾക്കുന്ന ദേവയാനി പറയുന്നുണ്ട്, ഞാൻ വന്ന് വിളിച്ച കാരണം നീ എൻ്റെ കൂടെ വരണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്നാലും വീട്ടിലെല്ലാവരുടെയും സാഹചര്യം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടാ നിന്നെ വിളിക്കാനായിട്ട് വന്നത്. നിന്റെ ആഗ്രഹവും നടന്നല്ലോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അമ്മ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് വിളിച്ചാലും ഞാൻ അങ്ങോട്ട് വന്നേനെ. അമ്മയ്ക്ക് എന്നെക്കുറിച്ച് നേരം പോലെ അറിയാത്ത കാരണ. ഇത് കേട്ട് ദേവയാനി മനസ്സ് ചിന്തിക്കുന്നുണ്ട്. എല്ലാം എനിക്കറിയാം മോളെ, ഇപ്പൊ ഒന്നും തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലോ എന്നായിരിക്കും. കനക എങ്ങനെ നയനയെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, മോളെ ശരീരം നല്ല പോലെ നോക്കണം. ഇത് കേട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല അതിന് നയനയ്ക്ക് എന്താ പ്രശ്നം? നയനയ്ക്ക് നടുവേദനയുണ്ട്, അത് കാരണം പറഞ്ഞതാ. അതിവിടെ ചുമ്മാ ഇരുന്നിട്ടാ. വന്നിട്ട് 1 മാസമൊക്കെ കഴിഞ്ഞില്ലേ. അടുക്കള ജോലിയൊക്കെ കനകയല്ലേ ചെയ്യുന്നത്. മടി പിടിച്ചിരുന്ന കാരണാ ഇങ്ങനെയൊക്കെ തോന്നുന്നേ. എന്നാ നമുക്ക് ഇറങ്ങാം. പിന്നെ നിങ്ങളുടെ മോളെ ഞാൻ കൊണ്ടുപോവാ. നീ ഇങ്ങോട്ട് പറഞ്ഞു വിടേണ്ട സാഹചര്യമൊന്നും ഉണ്ടാവരുതെന്നാ ഞാൻ കരുതുന്നത്. പിന്നെയൊക്കെ നിങ്ങളുടെ മോളുടെ സ്വഭാവം പോലെ ഇരിക്കും. എന്നാ ഇറങ്ങ എന്നും ചോദിച്ച് നയനയെ കൂട്ടി ദേവിയാനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സ്റ്റെപ്പ് ഇറങ്ങാൻ നേരത്ത് നയനയുടെ കൈ ഇങ്ങനെ പിടിക്കുകയാണ്. നയനയ്ക്ക് ഈ സമയത്ത് എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും. രണ്ടുപേരും കൂടെ കയ്യും പിടിച്ചായിരിക്കും കാറിന് അടുത്ത് വരെ എത്തുന്നത്. അങ്ങനെ ദേവയാനി ഡോറ് തുറന്ന് പറയുന്നുണ്ട്, ഇനി ഡോറ് തുറക്കാത്തതുകൊണ്ട് നീ ഇനി വരില്ല എന്നൊന്നും പറയണ്ട, നീ കയറ് എന്നും പറഞ്ഞ് ഡോറ് തുറന്നു പിടിക്കുന്നുണ്ട്. നയനി അങ്ങനെ കയറിയിരിക്കുക. നയനയും ദേവയാനിയും അവിടെ നിന്ന് പോയതിനു ശേഷം ഗോവിന്ദൻ പറയുന്നുണ്ട്, ഒരു താല്പര്യമില്ലാതെയാ മോളുടെ അമ്മായിമ്മ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നേ. അതോർക്കുമ്പോൾ എനിക്കൊരു സമാധാനവും ഇല്ല. ഇത് കേൾക്കുന്ന നന്ദു പറയുന്നുണ്ട്, എന്താ അച്ഛാ, അച്ഛനമ്മയും കുറച്ച് മുന്നല്ലേ പറഞ്ഞത് ബന്ധം വേർപ്പെടുത്താൻ വേണ്ടി പറയാനാണോ വന്നതെന്നൊക്കെ പേടിച്ചിരിക്കല്ലായിരുന്നു. ആ സാഹചര്യം മാറി കൂടെ കൊണ്ടുപോയില്ലേ? അതെ ഗോവിന്ദേട്ടാ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ആദർശമോൻ്റെ വലിയ ആഗ്രഹമല്ലായിരുന്നു അമ്മ വന്നിട്ട് തന്നെ നയനയെ കൊണ്ടുപോകണമെന്നൊക്കെ. ഇപ്പം അവനും ഒരുപാട് സന്തോഷമായി കാണും. എന്തായാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഗോവിന്ദനെ. എന്നാലും മോളി ഈ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ ഏതൊരച്ഛനുണ്ടാവുന്ന സങ്കടമാണ് ഗോവിന്ദൻ കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അനാമികയെ വിളിക്കാൻ പോയിട്ടുള്ള അനിയായിരിക്കും. അനിയോട് വേണു പറയുന്നുണ്ട്, അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് വേഗം വൈറലാവും. അത് നിനക്കറിയുന്നല്ലേ. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന നല്ലതെന്ന് അനിയോട് വേണു പറയുമ്പോൾ അനി പറയുന്നുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാ കുറേ കാര്യങ്ങളൊക്കെ ക്ഷമിക്കുന്നത്. നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ നിങ്ങൾക്ക് പങ്കില്ലേ? അതിന് നന്ദുവിനാരാ തട്ടിക്കൊണ്ടുപോയത്?
ഒന്നും അറിയാതെ സംസാരിക്കണ്ട അച്ഛാ. എല്ലാ കാര്യങ്ങളും പകല് പോലെ വ്യക്ത. നിങ്ങൾ തന്നെയാ അതിന് പുറകില്. അവൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളും നിങ്ങളുടെ മകളും തന്നെയാ. അങ്ങനെ അനാമികയും രേവതിയും വരുന്നുണ്ട്. ഈ സമയത്തെ ഇതൊന്നും സംസാരിക്കണ്ട. മോളിപ്പോ നല്ല സ്വഭാവത്തിൽ നിന്റെ കൂടെ വരാൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഇതൊന്നും പറഞ്ഞ് മുഷിയണ്ട. മോളെ, ഇവൻ പറയാ ആ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോയതില് നമുക്കും പങ്കുണ്ടെന്ന്. പിന്നെ അവൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അങ്ങനെയല്ലേ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നേ. അവൾക്ക് ശത്രുക്കളെന്ന് പറയാനേ അത്ര ആൾക്കാരൊന്നുമില്ല. നീയും നിന്റെ അച്ഛനൊക്കെ ചേർന്ന് തന്നെ അത് ചെയ്തേന്നേ എല്ലാവർക്കും അറിയാം. അല്ല മോനെ, ആരായി എല്ലാവരും? അതവന്റെ ഏട്ടത്തിമാരും ഏട്ടനൊക്കെ ആയിരിക്കും അമ്മേ. മോനെ, ആരൊക്കെ മോളുടെ കൂടെ നിന്നില്ലെങ്കിലും മോൻ എപ്പോഴും മോൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണം. അത്രമാത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് രേവതി പറയാ. ഇതേപോലെ തന്നെ വേണവും പറയുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾ ക്ഷമിച്ചതാ. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാല് ഇതുപോലെ വിളിക്കാൻ വരുമ്പോൾ ഞങ്ങളെ മോളെ വിടില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ മോളുടെ സ്വഭാവം ശരിയാക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ മോളെ താനെ എല്ലാവരും സ്നേഹിക്കും. പിന്നെ നിങ്ങളുടെ മകളെ ഞാൻ കല്യാണം കഴിച്ചത് അനന്തപുരി തറവാടേ തലയിലേറ്റി നിൽക്കാനൊന്നുമല്ല. അവിടെ നല്ല സ്നേഹിക്കുന്ന, എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു മരുമകളാവാനാ. അല്ലാതെ ഇതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരും സപ്പോർട്ട് ഇത് കൂടെ ഉണ്ടാവില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യേ. ഒരു ഭാര്യ എങ്ങനെ ആവണമെന്ന് നീ ഒരു പേപ്പറിൽ എഴുതിത്താ. ഞാനത് പഠിച്ച അതേപോലെ തന്നെ ആവാം. ഇതിനൊന്നും മറുപടി തരുന്നില്ല. നീ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നാ ദേഷ്യത്തോടു കൂടി വേണുവിനോട് അനാമിക ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യണ്ടച്ചാ? മോളെ, ഇപ്പൊ നീ പോക്കോ, അല്ലെങ്കിൽ പിന്നെ അവൻ വിളിക്കാനായിട്ട് വരില്ല. ഇനി അവിടെ ചെന്നാ പറഞ്ഞാ മതി വല്യമ്മയെ ഓർത്താ ഞാൻ വന്നെന്ന്. വല്യമ്മയെ അങ്ങ് കയ്യിലെടുത്തോളണം. സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ടാ മോളെ സ്നേഹിക്കുന്നത്. എപ്പോഴും വല്യമ്മയെ സ്നേഹിച്ച് കൂടെ തന്നെ നിൽക്കണം. മോളെന്തായാലും പോയിട്ട് വാ. അങ്ങനെ യാത്ര അയക്കാനായിട്ട് രേവതിയും വേണുവും ഒക്കെ ചെല്ലുന്നുണ്ട്. ബാഗെല്ലാം ബാക്കിൽ വെച്ച് അനിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ എവിടെ ഇരിക്കണ്ടേ? ബാക്കിലാണോ അതോ ഫ്രണ്ടിലാണോ? നീ എവിടെ ഇരുന്നാലും വണ്ടി മുന്നോട്ട് പോവും. എവിടെ ഇരുന്നാലും കുഴപ്പമില്ല എന്ന് അനി പറയണം. അങ്ങനെ വണ്ടി കയറി അനാമികയെ കൊണ്ട് പോകുന്നു. പിന്നീടായിട്ട് കാണിക്കുന്നത് ജലജയെയും ജാനകിയെയും ആയിരിക്കും. ജാനകിയോട് ജലജ പറയുന്നുണ്ട്, എവിടേക്കാ ഏട്ടത്തി പോയിരിക്കുന്നേ? അത് ആ ലിവർ തന്ന പെൺകുട്ടിയെ കണ്ടെത്താനായിരിക്കും. ഇപ്പൊ അതിന്റെ പുറകെയല്ലേ? അല്ലെങ്കിലും ആ പെൺകുട്ടിക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നേ? അവൾക്ക് 50 ലക്ഷം രൂപയുടെ ചെക്കാ കൊടുത്തിരിക്കുന്നേ. നമുക്കൊന്നും ഇന്നേ വരെ ഏട്ടത്തി ഒന്നും തന്നിട്ടില്ല. എനിക്കാണെങ്കിലേ ബാങ്ക് ബാലൻസ് പോലും ഇല്ല. എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ അതൊക്കെ കാര്യത്തിൽ പെട്ടേനെ. അത് ഏട്ടത്തിയുടെ പൈസയല്ലേ, അതിലൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഏട്ടത്തിയുടെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് മുൻപും അതിനുശേഷവും പിന്നീട് അങ്ങോട്ടൊക്കെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, എല്ലാ മാസവും കിട്ടുന്ന പ്രോഫിറ്റിന്റെ ഒരു പങ്ക് ഏട്ടത്തിയുടെ അക്കൗണ്ടിലോട്ട് ആദർശവും ജയേട്ടനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് ഒരു 10-15 കോടിയെങ്കിലും ഏട്ടത്തിയുടെ അക്കൗണ്ടിൽ കാണും. അതിൽ നിന്നൊരു 50 ലക്ഷം പോയാൽ ഏട്ടത്തിക്ക് ഒന്നും വരാൻ പോകുന്നില്ല. ഇതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അനിയുടെ കാറ് വരുന്നത്. കാറിൽ നിന്ന് അനി ഇറങ്ങുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, കൂടെ അനാമിക കൂടെ ഉണ്ടായാൽ മതിയായിരുന്നു. ജലജയാണെങ്കിൽ മനസ്സ് പറയുന്നുണ്ട്, അവളിങ്ങോട്ട് വരരുതേ എന്നായിരിക്കും. അങ്ങനെ അനാമികയെ ഇറങ്ങുവാണ്. അനാമികയെ കാണുമ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ആ മോളെ, മോള് വന്നോ? ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു അനിയുടെ കൂടെ ഇനി മോള് വരില്ലായിരിക്കും എന്ന്. ഇവന്റെ സംസാരത്തിന് ഞാൻ വരില്ലായിരുന്നു. പിന്നെ അപ്പച്ചിയെയും അമ്മയെയും അതുപോലെ വല്യമ്മയെയും ഒക്കെ ഓർത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഇവന്റെ കൂടെ പോവാനായിട്ട്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ വന്നത്. മോളെ, ഇവൻ അതൊക്കെ പറയും. ഇവനെ മയക്കി വെച്ചിരിക്കുക ഇവന്റെ ഏട്ടത്തിമാരൊക്കെ കൂടിയിട്ട്. അതുകൊണ്ട് ഇവൻ അതിൽ വീണിരിക്കുക. ഇത് കേട്ട് ജലജയും പറയുന്നുണ്ട്, ശരിയാ, മോൾ ഇവിടുന്ന് എന്നേക്കുമായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരൊക്കെ ഇവിടെയുണ്ട്. അത് കരുതി മോൾ ഇവിടുന്ന് പോവാൻ നിൽക്കരുത്. ചേച്ചിയെ കൊണ്ട് തന്നെ ഇവിടെ സമാധാനമില്ല. ഇനി വീട്ടിൽ പോയി നിൽക്കുന്ന അനിയത്തി കൂടെ തിരികെ വരാതിരുന്നാ മതിയായിരുന്നു. ഇത് കേട്ട് അനി പറയുന്നുണ്ട്, നിന്നേക്കാ മുൻപേ മരുമകളായിട്ട് കയറി വന്നതാ ഏട്ടത്തി ഇങ്ങോട്ട്. ഏട്ടത്തി ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ നിനക്കെന്താ അവകാശം? അവളുടെ സ്വഭാവം കൊള്ളില്ലാത്തോണ്ട് തന്നെയാ മോൾ അങ്ങനെയൊക്കെ പറയുന്നത്. കേട്ടില്ലമ്മേ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എങ്ങനെയാ എവിടെ നിൽക്കുക? മോൾ അതൊന്നും കേൾക്കണ്ട. അവനെ മോളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ പലതും പറയും. മോളിവിടെ ഇല്ലാത്തോണ്ട് അമ്മയ്ക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല. മോള് വാ, ഉള്ളിലോട്ട് വാ എന്നും പറഞ്ഞ് വിളിക്കാൻ നേരത്തായിരിക്കും ഹോണടി കേൾക്കുന്നത്. അതിൽ നമ്മുടെ ദേവയാനിയും നയനിയും ആയിരിക്കും. ആ മോളുടെ വല്യമ്മ എത്തിയല്ലോ. ഇനി സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ വല്യമ്മയോട് തന്നെ തുറന്നു പറയും. ദേവയാനി അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് ഇറങ്ങാനായിട്ട് നയനിയോട് പറയാ. നയനെ ഇറങ്ങുന്നത് കണ്ട് ഒരു ഞെട്ടലോട് കൂടിയാണ് എല്ലാവരും നിൽക്കുന്നത്. ജലജ ജാനകിയോട് പറയുന്നുണ്ട്, ഞാനിത് കാണുന്നത് സ്വപ്നമാണോ? അതന്നെ എനിക്കും തോന്നുന്നേ. ഇവളെ വിളിക്കാനാണോ ഏട്ടത്തി പോയത്? അതുകൊണ്ടല്ലേ അവള് വന്നു നിൽക്കുന്നേ. അങ്ങനെ നയനയോട് പറയുന്നുണ്ട്, നീ എന്താ നോക്കി നിൽക്കുന്നേ? നീ ആദ്യമായിട്ട് വരുന്നതാണോ ഈ വീട്ടിലോട്ട്? പിന്നെന്താ, നടക്ക് എന്നും പറഞ്ഞ് നയനയെ വിളിച്ച് ഉള്ളിലോട്ട് കയറുവാണ്. ഏട്ടത്തി ഇവളെ വിളിക്കാനാണോ പോയിരുന്നേ? അതെ, ഇവളെ കൊണ്ടുവരാൻ തന്നെയാ ഞാൻ പോയിരുന്നേ. കാര്യം എന്താണെന്നറിയാലോ, ആദർശന് ഉറക്കമില്ല. അതുമാത്രമല്ല, അച്ഛനും
അമ്മയ്ക്കും ഇവളില്ലാത്തതുകൊണ്ടേ ശ്വാസം മുട്ടല. ജയേട്ടനും അങ്ങനെ തന്നെയാ. പിന്നെ എൻ്റെ ഈ സാഹചര്യം കൊണ്ട് ആരും എൻ്റെ അടുത്ത് പറയാതിരിക്കുക. അവരെയൊക്കെ കുത്തുവാക്ക് കേട്ട് ഞാൻ എന്തിനാ ഇവളെ കൊണ്ടുവരാതിരിക്കുന്നേ? അതുകൊണ്ടാ ഞാൻ നയനെ വിളിക്കാനായിട്ട് പോയത്. ഞാൻ വിളിക്കാതെ അവള് വരില്ലല്ലോ. അതുകൊണ്ടാ എനിക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവളെ വിളിക്കാൻ പോയത്. മോളിപ്പോൾ വന്നേ ഉള്ളൂ. ആ, അത് നല്ല കാര്യമാണല്ലോ. എന്തായാലും മോൾക്ക് വിഷമം ഉണ്ടാവും. മോള് വന്ന സമയത്ത് തന്നെ ഇവളെ കൂട്ടി വന്നത്. വല്യമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ മോളീ നേരത്ത് വരുമെന്ന്. അതുകൊണ്ടാ. അതിപ്പോ മോള് വന്നാലും ഇല്ലെങ്കിലും ഏട്ടത്തി ഇവളെ കൊണ്ടുവരാൻ തീരുമാനിച്ചാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. ഈ വീട്ടിലുള്ളവരുടെ സന്തോഷം കണക്കിലെടുത്താ ഞാൻ ഇവളെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനി എന്നെ പോലെ ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ ഇവളെ ഉള്ളിലോട്ട് കയറ്റണം. ഉള്ളിലോട്ട് വരുന്നൊക്കെ കൊള്ളാം. എൻ്റെ മോളെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ നീ ഒന്നും ചെയ്യരുതെന്ന് ജാനകി നയനയോട് പറയുന്നുണ്ട്. അതിന് ഞാൻ അനാമികയെ ഒന്നും പറയാറില്ലല്ലോ. ഒന്നും പറയാറില്ലേ? നീയും നിന്റെ ചേച്ചിയും തരം കിട്ടുമ്പോഴൊക്കെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട്. ഇനി എൻ്റെ മോളെക്കുറിച്ച് എന്തെങ്കിലും നീ പറഞ്ഞാല് ഞാൻ വെറുതെ ഇരിക്കുന്നു നോക്കണ്ട എന്ന് ജാനകി പറയുന്നുണ്ട്. ഇത് കേട്ട് അനി പറയുന്നുണ്ട്, അമ്മ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടത്തിയെ കൊണ്ടുവന്നതേ വല്യമ്മയാ. ഈ വീട്ടിലെ മൂത്ത മരുമകളാ. ഇതുപോലെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തി ആരും സംസാരിക്കണ്ട, അതിപ്പോ അമ്മയായാലും. എന്നാ ഇത് കേട്ട് ദേവിയാനി മനസ്സ് പറയുന്നുണ്ട്, ഇനിയിപ്പോ ആരൊക്കെ എതിർത്താലും എൻ്റെ മരുമകള് ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന്. അങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നായനയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. നായനയും ദേവിയാനിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. എന്നാ മറ്റാർക്കും ഇക്കാര്യത്തിനോട് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. ഇനി ആദർശം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമാവും. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബൈ.